ചോദ്യം ഒന്നാമത്തത്, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അയാൾ മുശ്രിക്കാണോ? മുശ്രിക്കാണ് എന്നല്ലേ പറഞ്ഞു വന്നത്. എടുത്തു നമ്മൾ അടുത്ത കിതാബ് ഇമാം നബവിയുടെ അദ്കാർ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് ഇമാം നബവി? അതേ അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്ത മഹാൻ. കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്നു. കിതാബ് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കങ്ങ് കെട്ടുപോയി. വലിയ കറാമത്ത്. ഉടനെ അതാ തന്റെ സ്വന്തം കൈ പ്രകാശിക്കുന്നു. കൈ പ്രകാശിക്കുന്നു. ആ കൈവിരലിന്റെ പ്രകാശത്തിൽ കിതാബ് എഴുതി പൂർത്തിയാക്കിയ മഹാൻ നബവി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകം തന്നെ ഞെട്ടിത്തെറിക്കുന്ന രൂപത്തിൽ 45-ാം വയസ്സിൽ വഫാത്തായി. 45 കൊല്ലം കൊണ്ട് ലോക കേന്ദ്രങ്ങളിൽ മുഴുവനും വിജ്ഞാനത്തിന്റെ വിപ്ലവം കുറിച്ച നേതാവ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് നമ്മൾ എടുത്തു. കിതാബിലതാ ആ ഹദീസ് കൊടുക്കുന്നു നബവി ഇമാം. മുശ്രിക്കാണെന്നല്ലേ കായക്കൊടി പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഹദീസ് ഇതാ നബവി ഇമാം തന്റെ കിതാബ് അദ്കാറിൽ 672-ാം നമ്പർ ഹദീസായിട്ട് കൊടുക്കുന്നു. ഇദം ഫലതത് ദാബത്ത് വഹദികും ബിഅർദി ഫലാത്ത്. ഒരു വിജനമായ സ്ഥലത്ത്, വിജന പ്രദേശത്ത് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഫല്യുനാദി, നഷ്ടപ്പെട്ടവൻ വിളിക്കട്ടെ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇഹ്ബിസൂ, എന്റെ വാഹനത്തെ അവിടെ തടഞ്ഞു വെക്കൂ, വാഹനത്തെ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറയണമെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് തന്റെ കിതാബിൽ എടുത്തു കൊടുക്കുന്നു. എന്നിട്ടതാ പറയുന്നു, എന്നിട്ടിങ്ങനെ പറയാ കുൽത്തു. അതിന്റെ വിശദീകരണത്തിൽ നബവി ഇമാം പറയാണ്, എന്താ പറയുന്നത്? ഹക്കാലി ബഅദു ശുയൂഖിനാ, കേട്ടോ, എന്റെ ഉസ്താദുമാര് എനിക്ക് ഉദ്ധരിച്ചു തന്നു. ചില്ലറക്കാരല്ല, നബവി ഇമാമിന്റെ ഉസ്താദുമാര് എനിക്ക് ഉപദേശിച്ചു തന്നു. എന്താണ് സംഭവം? അന്നഹുൻ ഫലതത് ലഹു ദാബ്ബ. ഇമാം നബവി തങ്ങളുടെ ഉസ്താദ് ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോ വാഹനത്തെ കാണാനില്ല. അന്നത്തെ വാഹനം ഒട്ടകമാണ്, മറക്കണ്ട, കുതിരയാണ്, കഴുതയാണ്. ആ ഒട്ടകം കാണാതെയായി. വകാന യഅരിഫു ഹാദൽ ഹദീസ്, ആ എന്റെ ഉസ്താദിന് ഈ ഹദീസ് അറിയാമായിരുന്നു. ഫഖാലഹു, ഈ ഹദീസ് അങ്ങ് പറഞ്ഞു എന്റെ ഉസ്താദ്. അതാ ഫഹബസഹുല്ലാഹു അലൈഹിം, ആ സമയത്ത് തന്നെ വാഹനത്തെ അല്ലാഹു തിരിച്ചു കൊണ്ടു കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞിട്ട് നബവി ഇമാം പറയുന്നു, ഏയ് കായക്കുടി എന്താ പറഞ്ഞ അങ്ങനെ വിളിച്ചാൽ ശിർക്കാന്നല്ലേ? നബവി ഇമാം പറയാണ്, വകുന്തു അനാ, അതേ വകുന്തു ഞാനുമായി, മറത്തൻ ഒരു തവണ, മഅ ജമാഅത്തിൻ ഒരു സംഘത്തോടൊപ്പം ഞാനും യാത്ര പോയി ഒരു ദിവസം. ഫൻഫലതത് മിൻഹാ ബഹീമ, തലശ്ശേരിയിലെ മുജാഹിദേ, നിങ്ങൾ കായക്കൊടിക്ക് വിളിച്ച് ചോദിക്കണം. നബവി ഇമാമാണ് പറയുന്നത്, ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ എന്റെ വാഹനം എനിക്ക് കാണാതെയായി. എല്ലാവരും അന്വേഷിച്ചിട്ടും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഹദീസ് ഓർമ്മ വന്നു. ഫഖുൽതുഹു, ഞാൻ അങ്ങ് പറഞ്ഞു, ഹു, അതിനെ, ഏതിനെ? യാ ഇബാദല്ലാഹി, അല്ലാഹുവിന്റെ അടിമകളെ, ഇഹ്ബിസൂ, എന്റെ വാഹനം എനിക്ക് തിരിച്ചു നൽകണം എന്ന് ഞാൻ ഇസ്തിഗാസ ചെയ്തു എന്ന് മാത്രമല്ല, ഫവഖഫത് ഫിൽ ഹാൽ, ഞാൻ അതങ്ങ് പറഞ്ഞപ്പോൾ എന്റെ വാഹനം എനിക്ക് തിരിച്ചു കിട്ടി. എന്നിട്ട് പറയുന്നു, ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, തിരിച്ചു കിട്ടിയതിന്റെ പിന്നിൽ വേറെ ഒരു കാരണവും ഇല്ല, എന്റെ ഈ തേട്ടമല്ലാതെ. അപ്പൊ ഞാനത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് എനിക്ക് വാഹനം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ നബവി ഇമാം മുശ്രിക്കാണോ കായക്കൊടി? അതാ നമ്മളെ അടുത്ത ചോദ്യം. കായക്കൊടി പറഞ്ഞു മൂപ്പർക്ക് തെറ്റിപ്പോയതാണ്. നബവി ഇമാമിന് തെറ്റിപ്പോയത്രേ, വീക്ഷണ വ്യത്യാസം സംഭവിച്ചു പോയി. മുശ്രിക്കാന്ന് പറയാൻ മൂപ്പർക്ക് ചെറിയൊരു പേടി. ജബ്ബാർ മുശ്രിക്കാന്ന് ലാഘവത്തോടെ അടിച്ച്, ശൗക്കാനിനെ അടിച്ച്, നബവി ഇമാമിനെത്തിയപ്പോ ചെറിയൊരു ഭയം. ഇത് പറയാ വീക്ഷണ വ്യത്യാസം സംഭവിച്ചു പോയി.
ആ വിഷയത്തിൽ നബവി ഇമാമിന് തെറ്റുപറ്റിപ്പോയി. മൂപ്പരൊരു ഉദാഹരണം, ഫിഖ്ഹിന്റെ മസ്അലയിലൊക്കെ ചിലപ്പോ ഇമാമിയങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞെങ്കിൽ അതുണ്ട്, പക്ഷെ ഇത് അഖീദയാണ്. അഖീദയിൽ സംശയം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. ഇമാമിയങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാറുണ്ട്. എന്തിലൊക്കെ ഉണ്ടാകും? ഒരാളെ ചരിത്രം പറയുമ്പോൾ തർക്കം ഉണ്ടാവും. ഇയാൾ ഇന്ന കാലത്താ ജനിച്ചത്, അയാളെ വിശ്വാസം എന്നതായിരുന്നു. അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം താരീഖ് പറയുമ്പോൾ. അതുപോലെ തന്നെ ഫിഖ്ഹ് പറയുമ്പോഴുണ്ടാകും. അഖീദ പറയുന്നിടത്തുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒരു ഇമാം പറയും അപ്പുറത്തെ ഇമാം മുശ്രിക്കാണ്, അതുണ്ടാവൂല. തൗഹീദ് ശിർക്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല. താരീഖ് പറയുന്നിടത്തുണ്ടായേക്കാം, ഫിഖ്ഹ് പറയുന്നിടത്തുണ്ടായേക്കാം. പക്ഷേ വീക്ഷണ വ്യത്യാസം ഇതിലില്ല. മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെ അത് സംബന്ധമായി മുശ്രിക്കുകളുടെ പട്ടികയിലേക്ക് ഒടുവിൽ അയാൾ വ്യംഗ്യമായിട്ട് നബവി ഇമാമിനെയും തള്ളിവിട്ടു. സഹോദരന്മാര് ചിന്തിക്കണം, ഇവന് മാത്രമായി ഖുർആൻ തിരിഞ്ഞത്? അപ്പൊ ആരൊക്കെ ഇങ്ങനെ ഇവരെല്ലാം മുശ്രിക്കായി ഇങ്ങനെ ഇരിക്കുകയാണ്. ജബ്ബാർ മൗലവി, ഷൗക്കാനി, ഇവരുടെ നേതാവ്, പിന്നെ സക്കരിയ സലാഹി, അവസാനം നമ്മളെ നേതാവ് നബവി ഇമാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഈ 4 മാത്രം സ്വർഗത്തിൽ. നിങ്ങൾക്ക് സ്വർഗത്ത് പേടിയാവൂലേ? വലിയൊരു സ്വർഗത്തിൽ. ആ മൂപ്പര് പറഞ്ഞു പേടിയായിക്കോട്ടെ, എന്നാലും ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങളും മുശ്രിക്കാൻ പോവാ. നിങ്ങളെ വാദം കൊണ്ട് നിങ്ങളും മുശ്രിക്കാൻ പോവാണ്. അപ്പൊ അതെങ്ങനെ? അത് പറഞ്ഞുതരാം. കായക്കൊടി സിഹിർ ഫലിക്കോ? ഒരു സാഹിർ, സിഹിർ ചെയ്യുന്ന ആള്, അയാൾക്ക് സിഹിർ ചെയ്യാൻ കഴിയോ? സിഹിർ ഫലിക്കോ? അത് ഫലിക്കും. സിഹിർ എന്തെങ്കായി? ജിന്നും ശൈത്താനും വിട്ടുള്ള സഹായല്ലേ, ഉപദ്രവം. അത് റെഡി. അപ്പൊ നിങ്ങൾ മുശ്രിക്കായില്ലേ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ മുശ്രിക്കായില്ലേ? സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിനും ശൈത്താനും വിട്ടിട്ട് ഉപദ്രവിപ്പിക്കല. അത് റെഡിയാണ്, അത് ഫലിക്കുന്ന ഈ കൗമിന്റെ വിശ്വാസം. അവൻ എന്നെ പറഞ്ഞ് ജിന്നിനോട് സഹായം നേടിയ ശിർക്കാവും. അപ്പൊ പോയില്ലേ? ഇപ്പൊ ജബ്ബാർ മൗലവി മാത്രമല്ല, കായക്കൊടി നിങ്ങളും മുശ്രിക്കാണ്. എന്ത് പറയാനുണ്ട്? ഒന്നും മിണ്ടാനില്ല. പിന്നെ ശിർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് പറഞ്ഞു അവിടെ തേട്ടല്ല. ഞാൻ പറഞ്ഞു തേട്ടം വേണമെന്നില്ല. ഒരാൾ അഭൗതിക കഴിവുള്ള ആളാണെന്ന് വിശ്വസിച്ചാൽ തന്നെ അവിടെ ശിർക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? അല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെയാണ് ബാലുശ്ശേരിന്റെ വാക്ക്. ജയിലെടുത്തോ 519 മുതൽ അവിടെയാണ് ബാലുശ്ശേരിന്റെ വാക്ക് എനിക്ക് ഓർമ്മ വന്നത്. ലോകം ഇനി ഒരുപാടുണ്ട് കേട്ടോ. എന്റെ അവസരം കഴിഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ പണ്ഡിതനല്ലേ. അവിടുന്നും ഇതുപോലെ വാഹനം കാണാതെയായപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് വിളിച്ചു പറഞ്ഞത് 10 ലക്ഷം ഹദീസ് പഠിച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണ്. ഇമാം ഇബ്നു കസീർ തന്റെ അൽ ബിദായയിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ആരാ? റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവെന്ന് വ്യാഖ്യാനം പഠിപ്പിക്കുന്നവരുടെ നേതാവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് തങ്ങളും വിളിച്ചിട്ടുണ്ട് അതേ വാചകം. ഇവരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ ഇവരാരുമില്ലാത്ത സ്വർഗത്തിന്റെ പേരാണ് നരകം കേട്ടോ. ഈ തലശ്ശേരിയിലും ഞാനത് പറയുന്നു. ഉണരാൻ സമയമായി. നിങ്ങളെ നേതാക്കളെയും ഞങ്ങളുടെ നേതാക്കളെയും മുശ്രിക്കാക്കി 2 ആളുകൾ വന്നിട്ട് ഞങ്ങൾ ഔദ്യോഗിക മുജാഹിദാണെന്ന് പറഞ്ഞാൽ, സക്കരിയ സലാഹി, നിങ്ങളെയും ഞങ്ങൾക്കൊന്ന് കിട്ടണം ഒരു വാദപ്രതിവാദത്തിന്. കായക്കൊടി ഏതായാലും വന്നല്ലോ, നിങ്ങളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുണ്ടോ ഒരു വാദപ്രതിവാദത്തിന്? ഈ ചോദ്യം ഞങ്ങൾക്ക് നിങ്ങളോടും ഒന്ന് ചോദിക്കാനുണ്ട്. ഇനി ഇയാൾ പറയുന്നോക്കോ, എല്ലാരും വല്ല മുശ്രിക്കാക്കി. ഒരു ദിവസം ഒരാൾ ബാലുശ്ശേരിയിൽ മുശ്രിക്കാക്കി. തന്നെ പറഞ്ഞു അയാൾ മുശ്രിക്കാണ്. അമ്പലത്തിൽ പോയാൽ തന്നെ മുശ്രിക്കാവും. ഇയാൾക്ക് ചൂടായി. ഇയാൾ ദേഷ്യപ്പെട്ട്. ഇയാളെ ചോദ്യം ശിർക്കാക്കാന്ന് പറഞ്ഞ് നിസ്സാര കളിയാ. എല്ലാരും മുശ്രിക്കാക്കുന്ന ആളാ. മൂപ്പരെ മുശ്രിക്കാക്കിയപ്പോ ഇയാൾ ദേഷ്യം പിടിക്കുന്നത് കണ്ടോ? ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഞാൻ മുശ്രിക്കാന്ന് എന്ത് ലാഘവത്തോടു കൂടിയാണ് പൊന്നെ നീ പറഞ്ഞു കളഞ്ഞത്? എന്ത് ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്? ഞാൻ ആ പ്രദേശത്ത് പോയി അത് പറഞ്ഞ കുട്ടികളുടെ സദസ്സ് പ്രസംഗിച്ചു. അവനത് മനസ്സിലായി. മുശ്രിക്ക് കളി നിസ്സാര കളിയാ, കാഫിർ കളി നിസ്സാര കളിയാ. പ്രവാചകന്മാർ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ തആലൗ ഇല കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. സൂറത്ത് ആൽ ഇംറാൻ 64.
ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, വരി, നിങ്ങളെ മതത്തിലുള്ള അതേ ആശയം, നിങ്ങൾ ഏതൊരു അല്ലാഹനെയാണോ ഉൻസില ഇലൈനാ വ ഉൻസില, ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നിങ്ങളെ ബുക്കിൽ പറയുന്നു. അതിന് ഖുർആനിൽ തെളിവുണ്ടോ? പ്രാർത്ഥന തന്നെയാണ് വിഷയം. ഞാൻ ഉടനെ അൽമനാർ എടുത്തിട്ട് പറഞ്ഞു, മോനെ, പ്രാർത്ഥന എന്ന വാക്കിന് നിന്റെ അൽമനാർ പറയുന്നു അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അൽമനാർ ഇങ്ങനെ വായിച്ചപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞ സഹായാർത്ഥന, അപേക്ഷ, യാചിക്കുക, ഇതിനൊക്കെ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയാം. അൽമനാറിൽ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന, ഏതർത്ഥത്തിൽ? സഹായം ചോദിക്കുക, അതുപോലെ യാചിക്കുക, അപേക്ഷിക്കുക, ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നൊരാൾ പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദം തന്നെയാണ്. അതിന്റെ തെളിവാണോ വേണ്ടത്? എടുത്തു നമ്മൾ അടുത്ത കിതാബ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹ് മുസ്ലിം. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രമാണങ്ങൾ നമ്മുടെ കൂടെയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എടുത്തു ഈ കിതാബ്. അപ്പൊ തന്നെ മൗലവി അപ്പുറത്ത് ബേജാറായിട്ടുണ്ട്, ഇനി ഏത് ഹദീസാ വരാന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് വിഷയാവതരണത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചത് തന്നെയാണ്. പുതിയത് വരുന്നു എന്ന് കരുതിയിട്ടൊന്നും ഒരൊറ്റ മൗലവിയും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് വേറൊരു പ്രാർത്ഥന ഉണ്ട്, അത് അൽമനാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടിമയായ ഒരാൾ ഉടമയായ അള്ളാഹുവോട്, ഇലാഹിനോടുള്ള തേട്ടം, ഇതാണ് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന. അത് അള്ളാഹിനോടേ പറ്റൂ. പ്രാർത്ഥനയുടെ ഇസ്ലാമിക ഭാഷ എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ഭാഷയിൽ അതെല്ലാ ലഫ്ദും അങ്ങനെ തന്നെ. ഒരു ലഫ്ദിന് രണ്ട് മയന ഉണ്ടാവും. ഒന്ന് സാങ്കേതികാർത്ഥം, മറ്റൊന്ന് ഭാഷാർത്ഥം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, സൗം, നോമ്പ് വരാൻ പോകുള്ളൂ. സൗമുൻ എന്താ അർത്ഥം? ഡിക്ഷണറി എടുത്ത് നോക്ക്. സൗം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. ഇസ്ലാമിൽ സൗം പറഞ്ഞാൽ മിണ്ടാതിരിക്കല അല്ല. പിന്നെ സുബ്ഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുക, അതാണ് ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ സൗം. ഇതുപോലെ തന്നെ പ്രാർത്ഥന, അതാണ് അതിന്റെ അറബി വാചകം. ഈ ദുആ എന്നതിന്റെ ഭാഷാർത്ഥം സഹായം തേടുക, അപേക്ഷിക്കുക, ഇതൊക്കെ പറയാം. ഇത് ആരോടും ആകാം. അതേ സമയത്ത് അതിനൊരു ഇസ്ലാമിൽ ഒരു അർത്ഥമുണ്ട്. അതെന്താണ്? അത് ഞാൻ ഒരു ശക്തിയോട് ചോദിക്കുന്നു, ചോദിക്കപ്പെടുന്ന വ്യക്തി ദൈവമാണ്, ഇലാഹാണ്, റബ്ബാണ് എന്ന നിലക്കുള്ള ചോദ്യം. അതാണ് ഇസ്ലാമിൽ എന്തെന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അള്ളാഹുവോടെ പറ്റൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇന്നമാ അദൂ റബ്ബീ, നബിയെ തങ്ങൾ പറയുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതേത് പ്രാർത്ഥന? അടിമയും ഉടമയുമാണ് എന്ന നിലക്കുള്ള അപേക്ഷ, പ്രാർത്ഥന. അതേ സമയത്ത് സഹായം തേടലോ, അത് അള്ളാഹിനോട് മാത്രമെന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചു. എന്താണ് ഈ ഹദീസ്? പഠിച്ചു വെച്ചോളൂ. അതേ സ്വഹീഹ് മുസ്ലിമിന്റെ 2278 നമ്പർ ഹദീസായി ഇമാം മുസ്ലിം കൊണ്ടുവരുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ കായ്ക്കൊടി വിചാരിച്ചു ഇതിലിപ്പോ ഇവിടെ തെളിവ്. അന, ഞാൻ, നബിതങ്ങൾ പറയാണ്, സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചോ, നമ്മൾ വായിച്ചു. ഹുവ, അതൊരു നേതാവാണ്. അല്ലദി, എങ്ങനെയുള്ള നേതാവാണ്? യുഫ്സൗ ഇലൈഹി, ആ നേതാവിലേക്ക് അഭയം തേടപ്പെടും. ഫിന്നബാഇബി വശദാഇദ്, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അഥവാ ആഫത്തുകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അഭയം തേടപ്പെടുന്ന നേതാവാണ് ഞാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുടുങ്ങിയില്ലേ ഹദീസ്? നമ്മൾ ചോദിച്ചു, ഈ ഹദീസിന് ഇങ്ങനെ അർത്ഥമില്ലാന്നുണ്ടോ? ഉണ്ടോ? പല പ്രാവശ്യം ചോദിച്ചു. ഇത് കായ്ക്കൊടിയോട് ഞാൻ മുമ്പും ചോദിച്ചതാ. 4 വർഷം മുമ്പ് കോട്ടക്കലിൽ വെച്ച്, അന്ന് ഞങ്ങള് ഇഹ്യാ ഉസ്സുന്നയിൽ നിന്ന് അഹ്സനിയായി ഇറങ്ങി വരുന്ന സമയമാണ്. അന്ന് കായക്കൊടി അന്നുണ്ട്. അയാൾ പിന്നെയും വരും, ഇനി വരുന്നു തോന്നില്ല, കാരണം എല്ലാവരും മുശ്രിക്കായിട്ടാ പോയത്. അന്നത്തെ കോട്ടക്കൽ സംവാദം ഒന്ന് കേട്ട് നോക്കി ഇടയ്ക്ക്. ഈ ഹദീസ് അന സയ്യിദു വൽദി ആദം വളരെ നന്നായി അന്ന് മുജാഹിദുകളെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചു. ഞാൻ വിചാരിച്ച ആൾ എന്തെങ്കിലും ഒരു മറുപടി കണ്ടുവച്ചിട്ടുണ്ടാവും. മിണ്ടിയില്ല. ഇന്നലെ 2ഉം 3ഉം തവണ ഈ ഹദീസും അർത്ഥവും നമ്മൾ വായിച്ചിട്ട് മിണ്ടിയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് ഹദീസ് വേണ്ട, ആയത്ത് മതി.
മൂപ്പർക്ക് ആയത്തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അള്ളാഹ് പറഞ്ഞത് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അള്ളാഹ്ക്കും വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം. റസൂല് പറയുന്നത് എന്താണ്? അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികൾ, ഏത് കാലം എന്നൊന്നുമില്ല, മനുഷ്യന്മാരെവിടെയുണ്ടോ അവരുടെ എല്ലാം അഭയകേന്ദ്രമാണ് ഞാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കോട്ടക്കൽ സംവാദത്തിൽ ഈ ഹദീസ് പണ്ട് പറഞ്ഞത് ഒരു സ്മരണയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു മറുപടി ഇന്നലെ കിട്ടിയില്ല, മിണ്ടിയില്ല മൗലവി. ഒരു മിനിറ്റ് കോട്ടക്കൽ സംവാദം ഒന്ന് കേൾപ്പിച്ചു. പലതും ചോദിപ്പിക്കുന്നു, പക്ഷേ ചോദ്യം വിഷയത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ടാണ് മൗലവി ചോദ്യമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ചോദ്യം എന്തൊക്കെയുണ്ട്, അമേരിക്ക കണ്ടുപിടിച്ചതാരാന്ന് ചോദിക്കുക, പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലാതെ പറഞ്ഞത്. വിഷയം അതും കൂടി അറിയില്ല, മലയാളവും തിരിയില്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു നല്ലോണം കൊണ്ടിട്ടുണ്ട് തെളിവ്. ഇരിക്കട്ടെ, അന സയ്യിദു വൽദി ആദം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളയാണ് പറയുന്നത്. എന്താ റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാനാണ് അഭയം തേടപ്പെടേണ്ട നേതാവ്. അപ്പോ അതിന്റെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വായിച്ചത് എന്റെ വകയിലല്ല, ബഹുമാനപ്പെട്ട അല്ലാമാ നബവി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നേതാവാണ്. ഇനി ഞാൻ സ്വന്തം പറഞ്ഞു വ്യാഖ്യാനിക്കണ്ട. ഇത് ഇമാം നബവിയുടെ ശറഹ് മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമാണ് ഈ കാണുന്നത്. എന്താണ് അന സയ്യിദു വൽദി ആദം എന്ന ഹദീസിനെ ഇമാം നബവി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് ഓരോന്നും അടിവരയിട്ട് ഞാൻ പറഞ്ഞു. ആരാ സയ്യിദ്? കേട്ടോളൂ, നിങ്ങളെ മറുപടി ഇതിലുണ്ടോ ഇല്ലേ? അടുത്ത ചോദ്യം ചോദിക്കുന്നു, ചോദിക്കേണ്ടി വരും, കാരണം മറുപടി ഫിറ്റാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അസ്സയ്യിദു ഹുവല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി എന്ന അർത്ഥം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വേറൊരു അർത്ഥവും രേഖപ്പെടുത്തുന്നു. ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദായിദി, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ, ആപൽഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവ്. എന്നിട്ട് നിങ്ങളെ വിഷയം അതിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചോളൂ. ഫയഖൂമു ബിഅംദിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. അതെ, റസൂലുള്ളാഹി തങ്ങള് ഉൾദുവാദമാകുന്ന നമ്മുടെയൊക്കെ പ്രയാസങ്ങള് അത് തടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്. അതാണ് ഞങ്ങളുടെ വിളി. നിങ്ങൾ യാ സയ്യിദ് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഞങ്ങൾ വെറുതെ അല്ല വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അന സയ്യിദ് വൽദി ആദം എന്നത് നിങ്ങൾ പറഞ്ഞ അവിടേക്കും എവിടേക്കും പറ്റിയ തെളിവാണ്. നിങ്ങൾക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് കോട്ടക്കൽ സംവാദം. അതെ, ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്കത് പൊടിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ച് പുതിയ ഇജ്തിഹാദുകൾ കണ്ടെത്തേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇമാം നബവി പറഞ്ഞതിന്റെ മുന്നിൽ ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഒന്നും രണ്ടും പണ്ഡിതന്മാർ പറഞ്ഞതല്ല. അല്ലാമാ ദസൂഖി അദ്ദേഹം പറയുന്നത് എന്താണ് സയ്യിദിന്റെ അർത്ഥം? അസ്സയ്യിദു ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി കേട്ടോ ഫിൽ മുഹിമ്മാത്ത്. ബഹുമാനപ്പെട്ട അദ്ദസൂഖി ഇവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയത് പ്രയാസമുള്ള ആ രംഗങ്ങളിലൊക്കെ, മുഖ്യമായ കാര്യങ്ങളിലൊക്കെ അഭയം നൽകാനുള്ള നേതാവാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു വലാ ശക്ക, ഒരു സംശയവും വേണ്ട, ഒരു സംശയം അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഫ്സഉൽ ഖലായിഖി വനാസിറുഹും ഫിദ്ദുനിയാ. അതെ, റസൂലുള്ളാഹി ദുനിയാവിൽ എന്ന് മാത്രമല്ല ഏത് സ്ഥലത്തും സഹായിയാണെന്നും അവർക്ക് അഭയം നൽകുന്ന നേതാവാണെന്നും. അതുകൊണ്ടല്ലേ മൗലവി നിങ്ങള് ഇവിടെ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോ റസൂലുള്ളാഹിനോട് എന്ന് പ്രത്യേകം എഴുതിയത്? ഈ ഹദീസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞു തരാം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചോ എവിടെയാണ് നബി പറഞ്ഞതെന്ന്. വഴിക്ക് വന്നു, ആദ്യം ചോദിച്ച രണ്ടും വിഷയത്തിന്റെ പുറത്ത്. മൂന്നാമത് വഴിക്ക് വന്നപ്പോ നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ ആ രൂപത്തിൽ മാന്യമായി മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഏത് സന്ദർഭത്തിലും ഒന്നും ഒഴിച്ചു നിർത്തിയിട്ടില്ല, എല്ലാം പറഞ്ഞു. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അന സയ്യിദ് വൽദി ആദമിന്റെ അർത്ഥവും. അല്ല എങ്കിൽ ഇത് ആ പറഞ്ഞതല്ല എന്ന് നിങ്ങൾ വിശദീകരിക്കണം. സയ്യിദിന് അങ്ങനെ അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? നബവി പറഞ്ഞതല്ല ശരി, അരീഫ പറഞ്ഞതാണ് ശരി എന്ന് പറയാൻ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വിഷയം വ്യക്തമാണ്. ഈ 4
മാത്രമല്ല ചോദ്യം നിങ്ങളെ കൊണ്ട് പലതും ചോദിപ്പിക്കും. പക്ഷേ ചോദ്യം വിഷയത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ടാണ് മൗലവി ചോദ്യമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ചോദ്യം എന്തൊക്കെയുണ്ട്, അമേരിക്ക കണ്ടുപിടിച്ചതാരാന്ന് ചോദിക്കുക. പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലാതെ പറഞ്ഞത്. വിഷയം അതും കൂടി അറിയില്ല, മലയാളവും തിരിയില്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു നല്ലോണം കൊണ്ടിട്ടുണ്ട് തെളിവ്. ഇരിക്കട്ടെ. അന സയ്യിദു വൽദി ആദം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളയാണ് പറയുന്നത്. എന്താ റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ. അപ്പോ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് പഠിച്ച് വരുന്ന കാലമാണ്. ഇന്നൊരുപാട് കാലം കഴിഞ്ഞു. മൂവാറ്റുപുഴയിലെത്തി. ഞാൻ ഹദീസ് ഒന്നുകൂടി എടുത്തിട്ട് മറുപടി ഉണ്ടോ നോക്കാൻ മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, മുജാഹിദീങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു വാക്ക് ഒന്ന് തൊള്ള തുറന്നൂടെ? മിണ്ടിയില്ല. അങ്ങനെ ഒരു ഹദീസേ മൂപ്പര് കേട്ടിട്ടില്ല. അയാൾ വാശി, എനിക്ക് ആയത്ത് തന്നെ വേണം, ആയത്ത് കിട്ടിയാലേ മതിയാവും, ഹദീസൊന്നും ഞാൻ മിണ്ടൂല, അതെനിക്ക് വേണ്ടേ വേണ്ട. മൗലവി എന്താ ചെയ്യാ? അവസാനം അയാൾ ഖുർആനൊക്കെ ഉയർത്തിപ്പിടിച്ച്, ഇതാ ഞാനിത് മധ്യസ്ഥന്റെ കയ്യിൽ കൊടുക്കും, ഖുർആൻ തന്നെ പറയണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടി തരാം. അടുത്ത കിതാബ് എടുത്തു. ഇത് മൗലവി ജീവിതത്തിൽ കിതാബിന്റെ കണ്ടു. പുതിയതൊന്നും കൊടുക്കണല്ലോ, പഴയത് മാത്രം കൊടുത്താൽ പോരെ. ഇത് ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ എന്ന് പറഞ്ഞാൽ ആരാ? വലിയ മഹാനാ. ഹിജ്റ 463, ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ. അബൂ ഉമർ യൂസുഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ബർറുൽ ഖുർതുബി എന്ന വലിയ മഹാൻ. അവിടുത്തെ കിതാബാണിത്, അൽ ഇസ്തിആബ് ഫീ മഅരിഫത്തിൽ അസ്ഹാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ രചിച്ച ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. ഇനി നബിതങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, നബിതങ്ങളുടെ ഹദീസ് മനസ്സിലാക്കിയ സ്വഹാബികൾ, അതേ ഖുർആൻ പഠിച്ച സ്വഹാബികൾ, അവരതാ ചെറിയ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് അവരോടിപ്പോകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക്. ഇങ്ങനെ റസൂലുള്ളാന്റെ ജാറത്തിന്റെ സമീപത്ത് പോകുന്നു. നബിതങ്ങളോട് സങ്കടം പറയുന്നു. ആര്? റസൂലുള്ള പഠിപ്പിച്ച സ്വഹാബികൾ. അവർ ഖുർആൻ പഠിച്ചവരാണ്. ശരിക്കും കേട്ടോ, ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ രേഖപ്പെടുത്തിയ സംഭവം ഞാനത് വായിച്ചു തരാം. ശരിക്കും പഠിച്ചോളൂ. നമ്മുടെ ഇമാമിങ്ങളൊക്കെ ജാറത്തിൽ പോയവരാണ്, നബിയോട് സഹായം ചോദിച്ചവരാണ്. വറബ ഇബ്നു ഉയൈന. ഈ സംഭവം മൗലവി മിണ്ടിയിട്ടില്ല. ഞാൻ ഈ സംഭവം വായിച്ച് ഒരുപാട് ചോദിച്ചു, മൗലവി ഇതിന്റെ സനദിൽ വല്ല കുഴപ്പമുണ്ടോ? സനദ് വേണോ? ഇതിലൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ഒരു മിണ്ടാട്ടില്ല. അയാൾക്കറിയാം നമ്മൾ സനദ് സ്വയ്യായതേ പറയൂ. ഞാനത് റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു. എന്ന് ചോദിക്കണ്ടേ? ഡോക്ടർ പറഞ്ഞ പോലെ വീണ് കിട്ടിയാലല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞ പോലെ സനദൊന്ന് വായിക്കാൻ പറയണ്ടേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സനദൊന്ന് വായിക്കാൻ പറ. അയാൾ പറഞ്ഞു സനദ് നിനക്ക് വേണ്ട. എന്താ ചെയ്യാ? സംഭവം കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മൾ വിജയിപ്പിക്കട്ടെ. ഖതബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മ കുൽസൂം ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ. ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിലില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ഒരു ബന്ധം വേണം എന്നാഗ്രഹിച്ചു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ. ശരിക്കും മനസ്സിലാക്കണം, ആയിഷ ബീബി ആരാ? നമ്മുടെ ഉമ്മ, നബി തങ്ങളുടെ ഭാര്യ. 18 വയസ്സാകുമ്പോൾ നബി തങ്ങൾ വഫാത്തായി പോയി. ആയിഷ ബീബിക്ക് 18 വയസ്സാകുമ്പോഴാണ് നബി തങ്ങൾ വഫാത്തായത്. ആയിഷ ബീബിക്ക് 9 വയസ്സാകുമ്പോൾ നബി വിവാഹം ചെയ്തു. നബി തങ്ങളുടെ ഭാര്യ. സ്വഹാബികൾ തന്നെ പറയുന്നത്, ഇത്രയേറെ ദീനറിയുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടില്ലാതാ. അല്ലാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആയിഷ ബീവിയോട് വന്നിട്ട് പറയുന്നു, നിങ്ങളെ സഹോദരിയില്ലേ ഉമ്മു കുൽസൂം? ഉമ്മു കുൽസൂം ആരാ? സിദ്ദീഖ് തങ്ങളുടെ ഏറ്റവും ചെറിയ മകൾ ഉമ്മു കുൽസൂം ബീവി, ആയിഷ ബീവിയുടെ സഹോദരി.
അതുകൊണ്ട് ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് ഉമർ ഖത്താബ് പറയാണ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഒരു ബന്ധം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉമ്മു കുൽസൂം ബീവിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരാൻ വേണ്ടി വേണ്ടത് ചെയ്യണം എന്ന് ഉമ്മു കുൽസൂം ബീവിയെ കുറിച്ച് ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ ആയിഷ ബീവി വന്നു. ആയിഷ ബീവി വന്നിട്ട് പറയാണ് ഉമ്മു കുൽസൂം ബീവിയോട്, നിങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ബീവി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു വലിയ മഹാരാ, അവിടുത്തെ സ്ഥാനം വലിയ സ്ഥാനമാണ്. ഞാൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അവിടുത്തെ ഭാര്യയായി അവിടത്തോടുള്ള അദബ്, അവിടത്തോടുള്ള ആ മര്യാദ പാലിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിച്ചുപോയി. അതുകൊണ്ടത് വേണ്ട, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേറെ ആരെങ്കിലും സ്വീകരിച്ചു കൊള്ളാം ഭർത്താവായി. വീണ്ടും ആയിഷ ബീവി നിർബന്ധിപ്പിച്ചപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിയോട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വേണ്ട, ഇനിയും എന്നെ നിർബന്ധിച്ചാൽ. ഉമ്മു കുൽസൂം ബീവിന്റെ മറുപടിയാണ് കേട്ടോ, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലഇൻ ഫഅൽതി, ഇനിയും നിങ്ങൾ ഇത് ചെയ്താൽ. ആയിഷ ബീവിയോടാ പറയുന്നത്, സഹോദരിയായ ഉമ്മു കുൽസൂം ബീവി, ഇനിയും നിങ്ങൾ ഇത് പറഞ്ഞാൽ ലഅഖ്റുജന്ന, ഞാൻ പുറപ്പെടും കേട്ടോ, ഇലാ ഖബരി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് ഞാൻ ചെല്ലും, വലാ അസീഹന്ന ബിഹി, ഞാൻ അവിടെ ചെന്ന് പൊട്ടിക്കരഞ്ഞ് എന്റെ പരാതി ഞാൻ എന്റെ നേതാവിനോട് പറയും കേട്ടോ. പേടിച്ചുപോയി ആയിഷ ബീവി, നിർത്തിവെച്ചു. അത് ഭൂതൽഹതങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തു. നമ്മൾ ചോദിച്ചു, വല അസീഹന്ന ബിഹി എന്ന് പറഞ്ഞാൽ എടുത്തു ഭാഷാ കിതാബ്. ഇതിൽ പറയുന്നു അസീഹന്ന എന്ന വാക്കിന്റെ അർത്ഥം വല അസ്തഗീസന്ന ബിഹി, ഞാൻ അവിടെ ചെന്ന് ഇസ്തിഗാസ ചെയ്യും. ഞാൻ നബിയുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞെന്റെ സങ്കടം പറയുമെന്ന് സിദ്ദീഖ് തങ്ങളുടെ മകളായ ബീവി ഉമ്മു കുൽസൂം പറയുന്നു. ആരോടാ പറഞ്ഞത്? ആയിഷ ബീവിയാകുന്ന നേതാവിനോട് പറഞ്ഞു. ആയിഷ ബീവി, മോളെ അങ്ങനെ പറയല്ല, ഉപ്പ മരിച്ചു പോയില്ലേ, എന്റെ ഭർത്താവായ നബി മരിച്ചു പോയില്ലേ, മരിച്ചവരോട് സഹായം തേടാൻ പറ്റൂല, ജാരത്ത് പോകാൻ പറ്റൂല എന്ന് ആയിഷ ബീവി പറഞ്ഞു. പറഞ്ഞില്ല, ആയിഷ ബീവി അത് അംഗീകരിച്ചു കൊടുത്തു. നമ്മൾ ചോദിച്ചു, ചോദിക്കട്ടെ, ജാറത്തിന്റെ സമീപത്ത് പോയി ഞാൻ എന്റെ സങ്കടം പറഞ്ഞ് കരയുമെന്ന് പറഞ്ഞ ഉമ്മു കുൽസൂം ബീവി കാഫിറാണോ? അത് അംഗീകരിച്ച ആയിഷ ബീവി മുശ്രിക്കത്താണോ? പല അവസരങ്ങളിൽ നമ്മൾ ചോദിച്ചു. ഇനി ആ ഹദീസ് അവിടെ മാത്രം നിങ്ങൾ മനസ്സിലാക്കണ്ട, കിതാബുകൾ ഒന്നിന്റെ പിന്നിൽ ഒന്നായി വന്നു. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു അസാകിർ തങ്ങളുടെ താരീഖു ദിമശ്ക്, ഇതിലും അതാ ആ സംഭവം അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറൊരു കിതാബാണ്, കൻസുൽ ഉമ്മാൽ, വലിയ വലിയ മഹാന്മാരുടെ കിതാബ്. ഈ കിതാബിലൊക്കെയും ഈ സംഭവം രേഖപ്പെടുത്തി. ഇഷ്ടം പോലെ സംഭവം ഞങ്ങളെ മുന്നിലുണ്ട്. സ്വഹാബത്ത് മനസ്സിലാക്കിയ ആശയം നമ്മൾ മുന്നിൽ വച്ചപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾക്ക് CD പരിശോധിക്കാം, മിണ്ടിയില്ല ഒരു വാക്ക്. അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾ അത് പറഞ്ഞല്ലോ, മിണ്ടിയില്ല. എന്ത് മിണ്ടാൻ? സഹായിക്കാനുള്ള ജബ്ബാർ കൂടെ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ലാപ്ടോപ്പ് നോക്കാനുള്ള ഫൈസല, അയാളും പോയി. അയാൾ ജബ്ബാർ മൗലവിന്റെ കൂടെയാണ്, ഫൈസൽ മൗലവിയും പോയല്ലോ. മിണ്ടിയില്ല. ഹദീസ് കേട്ടാ എന്താ സ്വീകരിക്കാൻ പ്രയാസം? ഓ, ബാലുശ്ശേരി മടവൂരികളെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടല്ലോ, എന്ത് മടവൂരികളെ ഹദീസ് സ്വീകരിക്കൂല. ബലോ, നമ്മൾ ഹദീസല്ലേ പറഞ്ഞു കൊടുത്തത്, മുസ്ലിമിന്റെ ഹദീസല്ലേ പറഞ്ഞത്. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ ഹിജ്റ 463 വഫാത്തായ മഹാൻ, അവിടെ നിന്നല്ലേ പറഞ്ഞത് ഈ കിതാബിലൊക്കെ ഹദീസ് രണ്ടു കൂട്ടരും സ്വീകരിക്കുന്നില്ല. അതാ അങ്ങക്ക് പറ്റിയ കുഴപ്പം. മടവൂരികളെ കുറ്റം പറയുമ്പോൾ ഇയാൾ പറയുന്നത് കേട്ടോ, ഹദീസ് നിഷേധിച്ചാൽ കാഫിറാവും. അല്ലെങ്കിൽ എല്ലാം മുശ്രിക്കായി കെടുക്കുക. ഇത് കൂടിയാണ് ഫിറ്റാകട്ടെ, വരട്ടെ. ഇനി കേട്ടോളി, നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു. അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ച കാഫിർ. എങ്ങനെ? സഹീഹ് ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു. ഓൻ ആരാ? ഓൻ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല,
വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്ത് നജ്മ് 3-4 വചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നത് അറിയോ? റസൂലുള്ള അഭീഷ്ടൻ സംസാരിക്കാറില്ല, എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിൽ ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ് വഹിയാണ്. ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബ്രീലിനെ നിഷേധിച്ചു, അള്ളാഹിനെ നിഷേധിച്ചു. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹിനെ ധിക്കരിച്ചു. അമാനമരിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അള്ളാഹിനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, എ പി കെ സുന്നികള് അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മൊയ്ലിയാരെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാര് പറയണം എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ പഠിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയെന്താ? ബുഖാരിയിലല്ലേ. ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ. മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ. അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച ഒരു രസത്തിൽ ഞാൻ അവതരിപ്പിച്ചില്ല. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, അനക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട് മോളെ, അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമീനെ കൊണ്ട് ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, CN മുഹമ്മദ് മൗലവിനെ കൊണ്ട് വെപ്പിച്ച്, ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് വെപ്പിച്ച്, ഇതാ ഇവിടെ ഒരു പറ്റം മൗലവിമാരെ കൊണ്ട് വെപ്പിച്ച്. അല്ലേ? അതാരാ? അത് നിങ്ങൾ തന്നെ. ഞങ്ങൾ വെച്ച് തന്നത് ഹദീസാണ്. തലശ്ശേരിയിലും വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിന് മറുപടി എന്ന് പറഞ്ഞ് അനസയ്യിദ് ഉൽദി ആദം എന്ന ഹദീസിന് ഒരു മറുപടി പറ മൗലവി. ലൈൻ ഖാമ നേരത്തെ പറഞ്ഞത് അവിടെ ഉണ്ട്, മറുപടി കിട്ടിയിട്ടില്ല. അതിന്റെ പുറമെ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പുത്രി മഹദിയായ ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിയോട് പറഞ്ഞ വാക്കാണ്, ലൈൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ലഅഖ്റുജന്ന ഇലാ ഖബരി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക്, അവിടുത്തെ ജാറത്തിലേക്ക് ഞാൻ പോകുമെന്ന് മാത്രമല്ല വല അസ്വീഹൻ നബിഹി, എന്റെ സങ്കടം ഞാൻ അവിടെ കരഞ്ഞു ബോധിപ്പിക്കുമെന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങളുടെ മകളായ ഉമ്മു കുൽസൂം ബീവി മുശ്രിക്കാണോ? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. വെറുതെ അല്ല, അതൊക്കെ കിതാബ് എടുത്ത് വായിച്ചതാ. ഡസൻ കണക്കിന് കിതാബുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംവാദങ്ങൾ വരട്ടെ, ഓരോ സംവാദത്തിലും ഓരോ ഹദീസ് ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി അതിന് മറുപടി പറ. ഒരു മൗലവി ഇന്ന് വിളിച്ചിരുന്നെ, വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അതിന്റെ സനത് നോക്കി, സനദിൽ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഉറപ്പല്ലേ? സനദിൽ എവിടെ കുഴപ്പം? സനത് നോക്കിയിട്ടാ ഞങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ട്. സനത് വായിക്കാൻ നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ മണിമണിയായി വായിച്ചു കൊടുക്കും. എന്തേ പറഞ്ഞ ഉൽക്കരത് ഉണ്ടാവുന്നു, പിന്നെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്ന് കരുതിച്ച് ഇയാളെ അതിനെ കുറിച്ച് മിണ്ടിയില്ല. കായ്ക്കോടി ഇയാളെപ്പോഴും മുസാഫ് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയത്ത് വേണം. കുറെ നമ്മൾ സഹിച്ച് ഇയാൾ കുറച്ച് പൊന്തട്ടെ എന്ന് കരുതി. അവസാനം നമ്മൾ പറഞ്ഞു, നിനക്ക് ആയത്താ വേണ്ടത്, എടുക്കുമോ മുസാഫ്. അവിടെ തന്നെ പോയി. നമ്മളെ മുസാഫ് ഇല്ലാഞ്ഞിട്ടല്ല, ആ മുസാഫ് തന്നെ പറഞ്ഞു കൊടുക്കണം കരുതി. നേരെ ഇങ്ങോട്ട് എടുക്കണം മുസാഫ്. കൊണ്ടുവന്ന് മുസാഫ് എടുത്തു, ഓതിക്കൊടുത്തു. ഇനി ആയത്തില്ല എന്ന് പറയേണ്ട, ഹദീസുമായി സ്വഹാബിയായി പിടിച്ചോ ആയത്ത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു,
സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വചനം അവരെ മുസ്ഹഫ് തന്നെ വാങ്ങിയിട്ട് നമ്മൾ ഉയർത്തിപ്പിടിച്ച് ഓതിക്കൊടുത്തു. അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇന്നമാ വലിയുകുമുല്ലാഹ്, നിങ്ങളെ സഹായിക്കേണ്ടത് അല്ലാഹുവാണ്, കഴിഞ്ഞിട്ടില്ല. വറസൂലുഹു, നിങ്ങളെ സഹായിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലാണ്, കഴിഞ്ഞിട്ടില്ല. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ, എല്ലാ നിസ്കാരവും മുറ പോലെ നിർവഹിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന ഔലിയാക്കളും അമ്പിയാക്കളുമില്ലേ, മഹാന്മാർ, അവരും നിങ്ങളുടെ സഹായിയാണ്. ഇതിൽ മരിച്ച മുഅ്മിനീങ്ങളും ഉൾപ്പെടും. ഹസനുൽ ബസരിയുടെ തഫ്സീറും ഞങ്ങൾ വായിച്ചു. എന്നിട്ട് നമ്മുടെ അടുത്ത ആയത്ത് കൂടി ഓതിക്കൊടുത്തു. ഇനി ആയത്തുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട. വമയ്യതവല്ലല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ സഹായി ആക്കിയാൽ, വറസൂലഹു, റസൂലിനെ സഹായി ആക്കിയാൽ, വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ സഹായിയാക്കിയാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ് അവർ. അല്ലാഹുവിന്റെ പാർട്ടിക്കാർ എന്നും മുകളിലാണ്, അവർ തന്നെയാണ് വിജയിച്ചവർ. ആയത്തോതിയിട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ റസൂലിനെ സഹായിയാക്കുന്നവരാണ്, അല്ലാഹുവിനെ ആക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളെ വിശ്വാസം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നബി തങ്ങൾ സഹായിക്കണോ, മുഹിയദ്ദീൻ ശൈഖ് സഹായിക്കണോ, ബദരീങ്ങൾ സഹായിക്കണോ, അല്ലാഹു കൊടുത്താലല്ലാതെ ഒരാൾക്കും സഹായിക്കാൻ സാധ്യമല്ല. എല്ലാ സഹായത്തിന്റെയും ഉറവിടം, എല്ലാ സഹായത്തിന്റെയും മാനദണ്ഡം അത് ഞങ്ങളുടെ റബ്ബ് തന്നെ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അടിസ്ഥാന സഹായം റബ്ബേ നിന്നോട് തന്നെ. നബി തങ്ങൾ സഹായിയാണെന്ന് നീ തന്നെയാണ് പഠിപ്പിച്ചത്. പക്ഷേ അത് നീ നൽകുന്ന കഴിവ് കൊണ്ടുള്ള സഹായമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹയ്യ അലസ് സ്വലാത്ത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ, നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോൾ, മുഅദ്ദിനിന്റെ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിന്റെ നേരെ തൊട്ടടുക്കുന്ന സുന്നി പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതേ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് കൈവിരൽ അനക്കാൻ പോലും കഴിവില്ല. അല്ലാഹുവെ നിസ്കരിക്കാൻ പോകാൻ നീ തന്നെ കഴിവ് തരണം. അപ്പൊ എല്ലാം അല്ലാഹുവാണ്. അല്ലെങ്കിലും അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്ര വലിയ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹിനോട് നന്നായി പ്രാർത്ഥിക്കണം. അതേ സമയത്ത് അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചു തന്നവരോട് സഹായം തേടാം. അപ്പൊ ആയത്തുമായി ഹദീസുമായി സ്വഹാബി. അവസാനം നമ്മളെ വഹാബ് തക്കാഫിന്റെ 10 മിനിറ്റ് അവലോകനം കൂടി ആയപ്പോ വഹാബിന്റെ കഥയെല്ലാം തീർന്നുപോയി. അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരെ കേട്ടു. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. എന്നിട്ട് എന്തായി? ഇനി ചർച്ച ചെയ്യട്ടെ. 3 കൊല്ലം നിങ്ങൾ ചർച്ച ചെയ്താലും തീരൂല. കാരണം എന്താ? നിങ്ങളടിയിൽ തന്നെ ആകെ പ്രശ്നമായി. കാരണം നിങ്ങൾ പലരും മുശ്രിക്കാക്കി കളഞ്ഞതാക്കളെ അടക്കമെല്ലാവരും മനസ്സിലാക്കണം. എവിടെയൊക്കെ കുഴപ്പമുള്ളത്, എവിടെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തത്, മുജാഹിദുകളെ ശരിക്കും മനസ്സിലാക്കി അല്ലേ? നിസ്കാരം നമ്മൾ പറഞ്ഞിട്ടില്ല, ഇടയ്ക്ക് അതും കൂടി ഒന്ന് കേട്ടോളൂ. നിസ്കാരത്തിലെ വരെയുള്ള തർക്കം, തബറുക്കിൽ ബർക്കത്തെടുക്കുന്നിടത്ത് തർക്കം, നിസ്കരിക്കാൻ സൊഫ് കെട്ടിനോടത്ത് തർക്കം, അത് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സക്കരിയ സലാഹി ഒന്ന് ഇടപെടട്ടെ. അവിടെ ഏതായാലും കായക്കൊടിയുടെ കണക്കനുസരിച്ച് ഇയാൾ മുശ്രിക്കാണ്. ഏതായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത് സൊഫ് കെട്ടുമ്പോ മുജാഹിദുകൾ തമ്മിൽ അടിപിടി കൂടുന്ന രംഗം, അതും കൂടി ഇതിന്റെ ഒരു അനുബന്ധ നിലക്ക് ഞാൻ അതിന്റെ കൂടെ വെക്കുന്നു. അതുകൂടി നിങ്ങൾ കേട്ടോളൂ. സക്കരിയ സലാഹി പറയട്ടെ. അപ്പോ ബുദ്ധി കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കണ മുജാഹിദ് പറയാണ്, അപ്പൊ കാലിങ്ങനെ വെച്ചാൽ അതിന്റെ അടിയിൽ ചെയ്താൽ നിൽക്കൂലേ? എങ്ങനെയുണ്ട്? അതാണ് ബുദ്ധി കൊണ്ട് ദീനുണ്ടാക്കണം. അബ്ദുസലാം സുല്ലമി എഴുതി സൊഫ് അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം രണ്ടാളുകൾക്കിടയിൽ വേറെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകരുത് എന്നാണ്. വലിയ ഏഷ്യയിലെ മുഹദ്ദിസായി എഴുതണത്. പിന്നെ ജനങ്ങൾ നന്നാവോ? ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട് മടവൂരി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സംഘടന പിളർന്നപ്പോ ബൈനഹുമ കളിച്ചിട്ട് അവസാനം തൂക്കം കിട്ടാൻ നടപ്പത്തിൽ നിന്നതാ. എന്തിനാ ഇതിൽ നിന്നത് ഓനെന്നെ അറിയില്ല. എന്തിച്ച് മടവൂരിന്റെ ഒപ്പം പോകാൻ അതും അറിയില്ല. അങ്ങനെ എന്നിട്ടോ മനസ്സ് മുഴുവൻ മടവുരിശാണ്. മനസ്സ് തലയിൽ മുഴുവൻ മടവുരിശാണ്. കേരളമിന്റെ ഒപ്പം എന്ന് പറയും ചെയ്യും. നോക്കണം കളി എത്ര സഫ് നിൽക്കുന്ന കാര്യം മാത്രം തൂക്കിയാൽ മതി. ഈ മടവൂരികൾക്ക് നിൽക്കാൻ തന്നെ പ്രയാസ.
കാരണം നമ്മൾ കാലം കച്ചവനെ കാല് വിൽക്കും. ചിലപ്പോ ഒന്ന് നോക്കൊരു നോട്ടം, കാലടുപ്പിച്ചു വെക്കണം. മാത്രല്ല കഥമിനോട് ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പാദം ഒട്ടണമെങ്കിൽ എങ്ങനെ? സാധാരണ നമ്മളെ കാലിങ്ങനെ ചെരിഞ്ഞാ നിൽക്കുക അല്ലേ? ആ ചെരിഞ്ഞ കാലൊന്ന് ഇങ്ങോട്ടാക്കണം, ഒന്ന് കിവിലൊക്കെ നേരെയാക്കണം. അപ്പോഴേ നെരിയാണി തമ്മിൽ മുട്ടുള്ളൂ. നെരിയാണി മുട്ടേ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ നിൽക്കണം. നിന്നിട്ട് ഓ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ഓന്റെ കാലിങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ അടുപ്പിക്കാൻ തന്നെ ഓന്റെ വിരലുമ ചവിട്ടും. വിരലുമ ചവിട്ടുന്ന ഹദീസിലുണ്ടോ? ഇങ്ങനെ വെക്കണം ഹദീസിലുണ്ടോ? രണ്ട് ഭാഗത്തേക്കും കാല് വെക്കണം. അബ്ദുസ്സലാം എഴുതാണ്, ഞാൻ തിരൂർക്കാട് നിസ്കരിക്കാൻ പോയപ്പോ ഒരു KN-ന്റെ വിരലിന് ചവിട്ടി. എന്നിട്ട് ശബാബിലൊരു ലേഖനം, വിരലി ചവിട്ടാക്കും ഇയാൾ ഇങ്ങനെ കാലൊട്ടിച്ചു വെക്കണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ചെറിയ വിഷയം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ ആളുകൾ അവഗണിക്കുകയാണ്. സഫ് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, നിസ്കാരം പൂർത്തിയാവില്ല. ആ ചെറിയ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തല്ല്, ആ തൗഹീദിൽ തല്ല്, തബറുക്കിൽ തല്ല്. മുജാഹിദ് പ്രസ്ഥാനമേ, ഇനി എത്ര നാൾ നിങ്ങൾക്ക് ആയുസ്സുണ്ട്? നിങ്ങൾ എന്നെ തീരുമാനിച്ചോ? നിങ്ങളെ തന്നെ മുശ്രിക്കാക്കാൻ തുടങ്ങിയത് ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരുടെ കുരുത്തക്കേടാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ഇൻഷാ അല്ലാഹ് സർവ്വ മുജാഹിദുകൾക്കും നമ്മൾ ആ CD കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ നേരായ മാർഗം, അമ്പിയാക്കളുടെ മാർഗം, ഔലിയാക്കളുടെ മാർഗം, ആ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സർവ മുജാഹിദുകളോടും നമുക്ക് പറയാനുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബാലുശ്ശേരി പറഞ്ഞ മദ്ഹബിലേക്ക് പോവാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇയാള് പിന്നെ ഇയാളെ ആശയം പിന്നെ ഒന്ന് കൽപ്പിച്ചു കൊടുക്കും. ഇയാള് പിന്നെ വാദപ്രതിരോധം വേണ്ട എന്ന് പറയുന്ന ഒരാളാണ് മുജാഹിദ് ബാലുശ്ശേരി. അയാൾ ഇതിലൊന്നും നിൽക്കലില്ല സാധാരണ. അയാളെ ഒരു ഉപദേശം കൽപ്പിച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്ത സുന്നിയാവെന്ന് മൂപ്പർക്കും അറിയാം. അപ്പൊ പിന്നെ മദ്ഹബ് നിങ്ങൾ സ്വീകരിച്ചു, അതാ പിന്നെയും നല്ലത്. എന്നാ പിന്നെ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. മുശ്രിക്കാക്കണ്ട, കാഫിറാക്കണ്ട, മുശ്രിക്കിനെ കൊണ്ട് നടക്കണ്ട. ഹദീസ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാതെ അടങ്ങാറാകണ്ട, ആയത്ത് പറയുമ്പോൾ അടങ്ങാറാകണ്ട. സഹോദരങ്ങളെ, അതാ നമ്മൾ പറഞ്ഞത്. ഞങ്ങളെ അലിമീങ്ങൾ പറഞ്ഞ സംഗതിയെ എതിർക്കാൻ നിങ്ങളാരുമല്ല. അറിയില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയട്ടെ. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. അതെ, ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ കുടുംബത്തിൽ നിന്ന് വരുമെന്ന് ശാഫി ഇമാം ജനിക്കുന്നതിന്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശാഫി ഇമാം എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അതെ, എന്റെ ജീവിതത്തിൽ വല്ല പ്രയാസവും എനിക്കെത്തിയാൽ അജീഉ ഇലാ ഖബരി അബീ ഹനീഫ റളിയല്ലാഹു അൻഹു, ഞാനതാ വലിയ പണ്ഡിതനായ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ സമീപത്തേക്ക്, അവിടത്തെ ജാറത്തേക്ക് ഞാനങ്ങ് പോകുന്നു. എന്റെ ആവശ്യങ്ങൾ പറയുന്നു, അത് നിറവേറുന്നു. ഇമാം ശാഫിഈ രേഖപ്പെടുത്തുന്നു. ചോദിച്ചോട്ടെ മുസ്ലിമേ, ജാറത്തിന്റെ സമീപത്ത് പോയിട്ട് അബൂ ഹനീഫ ഇമാമിനോട് സങ്കടം പറയുന്ന ഇമാം ശാഫിഈ മുശ്രിക്കീങ്ങളുടെ പട്ടികയിലാണോ? എത്ര പണ്ഡിതന്മാർ! ഇത് നമ്മൾ വെറുതെ പറഞ്ഞതാണോ? ഇമാമീങ്ങൾ വന്നിട്ട് നബി തങ്ങളോട് പരാതി പറയുന്നു. യാ റസൂലല്ലാഹ്, അൽജൂ നബിയേ, ബശക്കുന്നു നബിയേ, എനിക്ക് ഭക്ഷണം വേണം നബിയേ. നബി തങ്ങളെ റൗദയുടെ സമീപത്ത് എന്ന് പറയുമ്പോ ആ പറഞ്ഞ പണ്ഡിതൻ ഒരൽപ്പമങ്ങ് ഉറങ്ങുന്നു റൗദയുടെ സമീപത്ത്. നബി തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് പറയുന്നു, മോനെ, നീ ചോദിച്ചത് ഭക്ഷണമല്ലേ, പിടിച്ചോ. അല്ല, ഒരു പത്തിരി അങ്ങ് കൊടുക്കുന്നു. പത്തിരി ഉറക്കത്തിൽ തിന്നുന്നു. പകുതിയായപ്പോ എഴുന്നേറ്റ് പോയി നോക്കുമ്പോ പത്തിരിയുടെ ബാക്കി ഭാഗം കയ്യിലുണ്ടായിരുന്നു.
നബിതങ്ങളെയാ കണ്ടത്. സഹോദരങ്ങളെ, അപ്പൊ ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങള് റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയപ്പോൾ അവിടുന്ന് പാടിയത് എന്താണ്? യാ സയ്യിദസ്സാദതി ജിതുക ഖാസിദാ. ഓ നബിയേ, പാവപ്പെട്ട അബൂ ഹനീഫ അങ്ങയുടെ പൊരുത്തം ഉദ്ദേശിച്ച് വന്നിരിക്കുന്നു. ചോദിക്കട്ടെ, അബൂ ഹനീഫ ഇമാമും ഷാഫി ഇമാമും അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള ഞങ്ങളെ പണ്ഡിതന്മാരെല്ലാം വളരെ വ്യക്തമായി നബി തങ്ങളെ സമീപത്ത് പോകുമ്പോൾ, ഔലിയാക്കളെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞ വഹാബി ആ ഇമാമീങ്ങളെ മുഴുവനും ലഅനത്ത് നിനക്ക് തട്ടിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ നിങ്ങളെ മുശ്രിക്കാക്കിയത്. അതിന് അല്ലാഹു നിങ്ങൾക്കൊരു ജിന്നിനെയും വിട്ടു തന്നു. അതോടെ നിങ്ങൾ നശിച്ചു പോയി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതേ, ഞങ്ങളെ മഹാന്മാരെ മുശ്രിക്കാക്കിയതിന്റെ ഫലം റബ്ബ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ല പണി എന്താ? അത് ബാലുശ്ശേരി പറയും. അത് മാത്രമേ ഇനി നല്ല പണിയുള്ളൂ. നിങ്ങൾ പണ്ടെടുത്ത പണി ഉണ്ടല്ലോ, അതെന്നെ എടുത്തോളൂ. ദീന് പറയാൻ നിങ്ങൾ വേണ്ട. പണ്ടെന്തായിരുന്നു നിങ്ങളെ പണി ഒന്ന് പറയാൻ ബാലുശ്ശേരി? ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഞാൻ ഹോട്ടലിൽ ചായയും പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസും കഴിയിട്ടുണ്ട്, പാറക്കോറിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്. ആ ഹോട്ടലിൽ തന്നെ പോയി ജോലിയെടുത്തോ മോനെ. ദീന് പറയാൻ നിന്റെ ആവശ്യമില്ല. ഇനി അതാ നല്ലത്, ആ പണീന്റെ അടുത്ത്. ഇപ്പൊ വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല സംഘടനയിൽ. കായക്കൊടിക്ക് സ്കൂളിലല്ലേ, യു പി സ്കൂളിലെ മാഷല്ലേ, എടുത്തോളൂ. ആ ക്ലാസ് എടുത്ത് അങ്ങനെ പോയിക്കോ. അവിടെ ഇംഗ്ലീഷോ ഉറുദോ എന്തോ പഠിപ്പിച്ചോ അല്ലേ? എല്ലാവർക്കും ജോലി ഉണ്ടല്ലോ, ജോലിയായിട്ട് പോയിക്കോ. ദീന് പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, അവര് പറഞ്ഞോളും ദീന് അല്ലേ. 50 കൊല്ലമായി ഉള്ളാളത്ത് ദർസ് നടത്തുന്ന താജുൽ ഉലമ തങ്ങൾ, അല്ലാഹു അവിടത്തെ ധാരാളം ആയുസ് നൽകുമാറാകട്ടെ അല്ലേ. നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്ത് മസ്അല ചോദിച്ചാലും ഏത് കിതാബ് ഓതിക്കൊടുക്കാൻ പോയാലും ഒരൊറ്റ കിതാബും നോക്കേണ്ട കാര്യമില്ല. എല്ലാം ഹിഫ്ളാണ്. അവിടുത്തെ ഹിഫ്ളിൽ നിന്നെടുത്ത് വലിയ വലിയ കിതാബുകൾ ദർസ് നടത്തുന്ന അലിമീങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ സഹോദരന്മാരെ, ഇത്തരം ആളുകൾ ദീന് പറയാൻ ഇനി വന്നു പോകരുത് എന്ന ഒരു താക്കീത് അവസാനമായി രേഖപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നാളെ റബ്ബിന്റെ കോർട്ടിലെത്തുമ്പോൾ നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗ്ഗമുദ്ഘാടനം ചെയ്യുന്ന സമയമുണ്ട്. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും വേറൊരു വിഭാഗത്തെ നരകത്തിലേക്കുമായി തിരിക്കപ്പെടുന്ന ദിവസം സ്വർഗ്ഗത്തിന്റെ സമീപത്ത് മുഅ്മിനീങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ പരിമളം അടിച്ചു വീശുന്നു. സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വർഗമെന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടണം. അതിൻ നബിയുടെ സമീപത്ത് ജനങ്ങൾ എത്തുന്നു. അതിൻ നബിയെ ഇസ്തഫ്തിഹ് ലനൽ ജന്ന, സ്വർഗമെന്ന് തുറന്നു തരണം. അതിൻ നബി കൈമലർത്തുന്നു. സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അർഹനല്ല. നിങ്ങൾ പോയി നോക്ക്, അല്ലാഹുവിന്റെ ഖലീലുണ്ട് അവിടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുഅ്മിനീങ്ങൾ എല്ലാവരും വന്നു. ഇബ്രാഹിം നബിയെ, ഞങ്ങൾക്ക് സ്വർഗമെന്ന് തുറന്നു തന്നാലും അന്ത ഖലീലുള്ളാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖലീലല്ലേ, ഏറ്റവും അടുത്ത ആളല്ലേ. ഇബ്രാഹിം നബിയുടെ മറുപടി, ഇന്നമാ കുന്തു ഖലീലൻ വറാഅ വറാ, ഞാൻ ഖലീലാണ്, പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ ഖലീലായത് വളരെ ബാക്കിൽ നിന്നാണ്. എന്റെ മുന്നിൽ മൂസാ നബിയുണ്ട്. ആ മൂസാ നബിയുടെയും മുന്നിൽ അന സയ്യിദ് ഉൽദിയാദമായ എല്ലാവരുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളുണ്ട് കേട്ടോ. പോയിക്കോ മൂസാ നബിയുടെ സമീപത്തേക്ക്. മൂസാ നബിയോട് വന്നിട്ട് പറയുന്നു, സ്വർഗമെന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അവിടുന്ന് കൈമലർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന നേതാവാരാ? എല്ലാ മുഅ്മിനീങ്ങളും സർവ്വ അമ്പിയാക്കളും അതിലുണ്ട്, സർവ്വ ഔലിയാക്കളുമുണ്ട്. എല്ലാവരും എത്തുന്നു ആ നേതാവിന്റെ സമീപത്ത്. ഇനി അവിടെ വേറൊരാളും നേതാവാണെന്ന് പറയാനില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞത്. എല്ലാ കാലത്തും നബി നേതാവ് തന്നെ. അവിടെ നേതാവാണെന്ന് പറയാൻ ആരുമില്ലല്ലോ. എല്ലാവരും നേതാവിന്റെ സമീപത്ത് ചെന്നിട്ട് പറയുന്നു, സ്വർഗമെന്ന് തുറന്നു തരണം. അവിടുന്ന് പറയുന്നു, ഞാൻ തന്നെയല്ലേ അത് തുറക്കുന്ന നേതാവ്, ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്. നേരെ ഇങ്ങോട്ട് വരുന്നു. അതാ അമ്പിയാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച്, ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് സ്വർഗത്തിന്റെ ഗേറ്റ് അങ്ങ് തുറക്കുന്നു. നമ്മുടെ നേതാവായ റൗദ ശരീഫിൽ അത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അർഹമുർ റഹീമായ റബ്ബേ, അവിടെ നിന്ന് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോ ഈ സർവ്വ വഹാബികളെയും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണമായി അന്ന് മുന്നിലെ സൊഫിൽ തന്നെ ഞങ്ങൾക്ക് നീ ഇടം നൽകണം റഹ്മാനേ. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റൗദയിലേക്ക് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ 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 മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഈ പ്രതികൂല കാലാവസ്ഥയിലും നിന്റെ ദീനിനെ സ്നേഹിച്ച് ധാരാളം മുഅ്മിനീങ്ങൾ ഇവിടെ എത്തി. എല്ലാവർക്കും നീ ഹബീബിന്റെ പൊരുത്തം നൽകണം റഹ്മാനെ. പുത്തൻവാദത്തിൽ പെട്ടുപോയ സർവർക്കും നീ ഹിദായത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെയോ ഞങ്ങളെ സന്താന പരമ്പരകളെയോ ഒരൊറ്റ ബിദ്അത്തിലും നീ പെടുത്തല്ല റബ്ബേ. ഈ തലശ്ശേരി പാരമ്പര്യമുള്ള നാടാണിത്, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശം. അല്ലാഹ് ഇതിന്റെ പാരമ്പര്യവും സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തും ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച ഉസ്താദുമാര്, ഞങ്ങളെ പ്രവർത്തകര്, സദാതീങ്ങൾ, അല്ലാഹ് എന്തെല്ലാം നിനക്ക് സഹകരിച്ചോ, ശാരീരികമായി സാമ്പത്തികമായി എല്ലാം നിനക്കറിയാം. ഹബീബിന്റെ ശഫാഅത്ത് നീ പകരമായി നൽകണം റഹ്മാനെ. അല്ലാഹ് ധാരാളം രോഗികൾ, തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وعلى جميع الأنبياء والمرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم.